ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. സമയം 8:28 നമ്മളിന്ന് വർക്കിന് ഇറങ്ങുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കട്ടെ. നമുക്ക് ആദ്യം ഒന്ന് CNG അടിക്കാൻ പോകണം, എന്നിട്ട് ഊബർ ഓൺ ആക്കുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ക്ലീൻ ആക്കലും പരിപാടികളും കഴിഞ്ഞാൽ കോൾഡ് സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ വണ്ടി. അപ്പോൾ ആ ഗ്യാപ്പിൽ ക്ലീൻ ആക്കട്ടെ. അപ്പോൾ ഗേസ് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. 8:32 സമയം. നമ്മളെ പെട്രോളും മിന്നിക്കളിക്കാണ്, CNG മിന്നിക്കളിക്കാണ്, രണ്ടും മിന്നിക്കളിക്കാണ്. അപ്പോൾ ആദ്യം CNG അടിക്കാനോട്ട് പോകുന്നത് നമ്മളെ കളമശ്ശേരിയിലേക്കാണ് പോകുന്നത്, മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ പമ്പിലേക്ക്. കാക്കനാട് പമ്പാണ് ഒന്നുകൂടി അടുത്തും, പിന്നെ ട്രിപ്പ് അടിക്കാനൊക്കെ ചാൻസ്. പക്ഷേങ്കിൽ അവിടെ ഈ സമയത്ത് നല്ല തിരക്കുണ്ടാവും. പിന്നെ അതുമല്ല അവിടെ എന്തോ വൺ വേ എന്തോ ആക്കിക്കണോണ്ടു ആ മെട്രോൻ്റെ പണി കാരണം. അവിടെ ഇപ്പോൾ നമ്മളെ കാക്കനാട് സിഗ്നലിന് റൈറ്റ് തിരിയാണ്, അവിടുന്ന് മുതലേ മെട്രോൻ്റെ ആ ബോർഡ് വെച്ചിട്ടുണ്ട് റോഡിൻ്റെ സെൻറ്ററിൽ കൂടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് വൺ വേ ആക്കിക്കൂടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും രാത്രി ഞാൻ പോന്നപ്പോൾ തന്നെ എനിക്കതിൽ പോരാൻ പറ്റണില്ല തിരിച്ച് പോന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കളമശ്ശേരി പമ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പെട്ടെന്ന് പോകാമല്ലോ. വലിയ ഇനിയിപ്പോൾ അവിടെ വരിയുണ്ടെങ്കിലും കുഴപ്പമില്ല, മറ്റോടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി നടക്കേണ്ടി വരും. പിന്നെ അവിടെ ഇന്നലെ CNG ഉണ്ടായിരുന്നില്ല കേട്ടോ പടമുകളിൽ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വെറുതെ ഇതാവണ്ടല്ലോ, റിട്ടേൺ അടിക്കണ്ടല്ലോ. ഏതായാലും CNG ഇല്ല, പെട്രോളിലപ്പോൾ പോയിക്കൊണ്ടിരിക്കണത്. വണ്ടിൻ്റെ സർവീസ് ഇന്നലെ കഴിഞ്ഞിട്ടോ. 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ 1,300 എത്ര ആയിട്ടുണ്ട്, 300 അപ്പോൾ ഷോറൂമിൽ റേറ്റ് വെച്ചപ്പോൾ 8,440 രൂപ പറഞ്ഞത്. മേജർ സർവീസ് ആണല്ലോ. പിന്നെ 1,00,000 പാടായിട്ട് എന്താ അറിയില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയൊരു വലിയൊരു എമൗണ്ട് വരുന്നത്. ഇനി 1,00,000 ആയതുകൊണ്ട് എന്താ അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് അത്ര പൈസ എടുക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പുറത്താണ് കൊടുത്തത്. ഇന്നലെ നമ്മളെ പൈപ്പിൻ റോട്ടിൽ ഹംസാസ് നെയ്ച്ചോറിൻ്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ലോക്കൽ വർക്ക്ഷോപ്പ്. അവിടെ കൊടുത്തിട്ടാണ് ചെയ്തത്. അവിടെ ഏകദേശം 4,500 ആ റേറ്റ് ആയി. ഒരു 3,500 റുപ്യേൻ്റെ എന്തോ ഒരു വ്യത്യാസമേ വന്നിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. മറ്റേത് 8,400 ഉള്ളത് ഓഫർ റേറ്റ് കിട്ടി 7,700 പറഞ്ഞതിന്. അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഏതായാലും 1,00,000 ഹിസ്റ്ററി ഷോറൂമിൽ ഉണ്ടാവില്ല, 1,00,000 ഉണ്ടാവില്ല. പിന്നെ ഇന്നാൾ ഞാൻ അതേപോലെ ലോക്കൽ വർക്ക്ഷോപ്പ് കൊടുത്തിന്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണിത്. അപ്പോൾ ഹിസ്റ്ററി ഇപ്പോൾ 2 വട്ടം കട്ടായി ഉണ്ടാവും. ഇനിയിപ്പോൾ 1,10,10,000 ആകുമ്പോൾ ഷോറൂമിൽ കയറ്റാം. മേജർ സർവീസ് ആകുമ്പോഴേ കുറച്ച് റേറ്റ് കൂടും. അതായത് 20,000 തോന്നുന്നുണ്ട് ഈ മേജർ. 10,000 കുറേ, 10,000 ഒരു 3,000 വരല്ലേ ഉള്ളൂ. 3,500 4,000 റുപ്യ റേഞ്ച്. അപ്പോൾ ഷോറൂമിൽ കൊടുത്താൽ എന്തോ ഉപകാരം വെച്ചാൽ ഒന്ന് ഹിസ്റ്ററി വരുന്നതാണ്. പിന്നുള്ളത് ഹിസ്റ്ററി ഞാൻ നോക്കണില്ല, ഞാൻ അങ്ങോട്ട് ചിന്തിക്കണില്ല. വിൽക്കുമ്പോൾ ഉള്ളത് പരിപാടിയല്ലേ, അതപ്പം നോക്കാം. പിന്നെന്താ പ്രശ്നം വെച്ചാൽ ഇവർ മാറ്റേണ്ട സാധനങ്ങൾ മാറ്റിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും കൂടുതലായി മാറ്റേണ്ട കാര്യങ്ങൾ ഇവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരും. മൊത്തത്തിൽ ബോഡി ചെക്കപ്പ് ഉണ്ടാവുമല്ലോ വർക്ക്ഷോപ്പിൽ. ആ സംഭവം ഇല്ലോണ്ട് നമ്മൾ പറയുന്ന സാധനങ്ങൾ മാറ്റി തരിക ചെയ്യുക. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഇനി വരാൻ പോണ കംപ്ലൈൻ്റ് ആണെന്ന് അറിയില്ല. ഷോറൂമാർ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞു തരും. ഇന്ന സംഭവം കഴിയാനായിട്ടുണ്ട്, അത് മാറ്റണോ എന്ന് ചോദിക്കും. അതൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ ഉപകാരങ്ങളുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളത് ടാക്സി വണ്ടിയല്ല, എന്തായാലും ഒരു 1.5 മാസം കൊണ്ട് ഓടി എത്തും 10,000. ആ സമയമാകുമ്പോൾ ഷോറൂമിൽ കയറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും അപ്പോഴും ചെക്ക് ചെയ്യുമല്ലോ മൊത്തത്തിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണിപ്പോൾ പ്ലാന്. ഒരു സർവീസ് വർക്ക്ഷോപ്പ്, ഒരു സർവീസ് ഷോറൂം, ഇങ്ങനെയാണ് പ്ലാൻ. എവിടെ വരെ എത്തുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ഏതായാലും പോയിട്ട് CNG അടിക്കട്ടെ. പെട്രോൾ മിന്നൽ തുടങ്ങി. ഇപ്പോൾ അടുത്തൊരു 500 റുപ്യൊക്കെ അടിച്ചതാണ്, കാണാനല്ല അതിൽ. അങ്ങനെ നമ്മൾ CNG പമ്പിലേക്ക് എത്തിട്ടോ. ഇവിടെ അത്യാവശ്യം വരിയുണ്ട്. എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകണില്ല, നമുക്ക് എന്തായാലും CNG അടിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇവിടെ വരിയിൽ ജോയിൻ ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഒരു അരമണിക്കൂറോളം പോകും കേട്ടോ. പിന്നെ ഇവിടെ 2 കുറ്റി ഉണ്ട് CNG അടിക്കാനായിട്ട്. പെട്ടെന്ന് കയ്യോ എന്താ അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യട്ടെ, AC കോഫി ചെയ്യട്ടെ. വർക്ക്ഷോപ്പിൽ ഇത്ര 4,500 ആയത് നമ്മൾ മേജറിൽ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാ സർവീസും ഓയിൽ ചേഞ്ചിങ്ങും കാര്യങ്ങളല്ല. നമ്മൾ CNG ഫിൽറ്റർ മാറിയിട്ടുണ്ട്, പിന്നെ 3 പ്ലഗും മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീലിനൊരു നെറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഒരു നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ പാട് ചെയ്തിട്ടാണ് 4,500 അയക്കണത്. മറ്റോടത്ത് നെറ്റൊന്നും ഇല്ലാണ്ട് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് 7,500 പറഞ്ഞതിന്. കുഴപ്പമില്ല, ഒരു 3,000 സംതിങ് ലാഭമായിട്ടുണ്ട്. പിന്നെ നെറ്റും അത് എക്സ്ട്രാ കേട്ടോ, അത് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ AC ഫിൽറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതെന്തോ റേറ്റ് എന്തോ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് ഞാൻ ഫോൺ അടിച്ചപ്പോൾ എടുത്തില്ല. അയാൾ വിളിച്ചപ്പോൾ, വർക്ക്ഷോപ്പുകാരൻ വിളിച്ചപ്പോൾ. അതുകൊണ്ട് അത് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുള്ളൂ. എപ്പോഴേലും ഒഴിവുണ്ടാകുമ്പോൾ മാറ്റിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇനി ഏതായാലും CNG അടിക്കട്ടെ, എന്നിട്ട് വർക്ക് തുടങ്ങണം. പിന്നെ നമ്മൾ ഫാന് ശരിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു IC കംപ്ലൈൻ്റ് ആയിരുന്നു, ഈ ബ്ലാക്ക് ഉണ്ടോ. അപ്പോൾ അത് മാത്രമായിട്ട് മാറ്റിയിട്ടുള്ളൂ, 150 റുപ്യ അയക്കണേ. അപ്പോൾ അത് കാരണം ആ ബോർഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ബാറ്ററിയും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ചെറിയ കത്തലുണ്ട്. അപ്പോൾ ബാറ്ററി മാറ്റണം. ബാറ്ററിക്കും 150 റുപ്യാണ്. അപ്പോൾ 300 റുപ്യ നമുക്ക് പോകും. ഓൾറെഡി നമുക്ക് 150 പോയിക്കണം. അപ്പോൾ ഞാൻ ബാറ്ററി വാങ്ങിയിട്ടില്ല. ബാറ്ററി നമുക്ക് സാധാരണ ഒരു ബാറ്ററി സോൾഡർ ചെയ്താൽ മതി. വയർ എടുത്താണ്ട്, ഈ വയറാണ് മെയിനായിട്ട് വേണ്ടത് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അത് നമുക്കറിയുന്ന പരിപാടിയാണ്. ഈ സംഭവം അറിയായിരുന്നു, പക്ഷേങ്കിൽ ഇതിന് ഓരോ യൂണിറ്റുകളുണ്ട് ഈ ഒരു കറുത്ത സാധനത്തിന്. അപ്പോൾ അത് എവിടുന്ന വാങ്ങുക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ അതിനെന്തോ ഒരു നമ്പറൊക്കെ നോക്കാണ്ട്.
അപ്പോൾ അതറിയാത്തതുകൊണ്ട് ഷോപ്പിൽ കൊടുത്തത്. അവിടെ ഏതോ ഒരു കപ്പാസിറ്ററൊക്കെ തട്ടിയിട്ടുണ്ട്, ഷോർട്ടായത് എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതെന്തായാലും പോട്ടെ, അതായത് പണിക്കൂലി 150 റുപ്യ പോയി. ഇതിമുള്ള പണി നമുക്ക് ചെയ്യേണ്ടി വരും നിഹാലിൻ്റെ മൊബൈൽ ഷോപ്പിൽ എവിടെയും പോയിട്ട്. അപ്പോൾ അപ്പോഴേ ഫാന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ബോർഡിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്, ആൾ കറക്കാണ്ട് കാട്ടി തന്ന്. അപ്പോൾ ഇനി ഏതായാലും ബാറ്ററി ചേഞ്ച് ആക്കണം. അങ്ങനെ ഒരു 9:15 സമയപ്പോൾ നമ്മളെ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. 700 സംതിങ് ആയി. 210 കിലോമീറ്റർ കഴിഞ്ഞതിൽ ഓടിയുണ്ട്. അത് 0 ആക്കിയിട്ടുണ്ട്. ഞാൻ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഇട്ടതല്ല, ഓട്ടോമാറ്റിക്കലി വന്നതാണ്. അപ്പോൾ റാപ്പിഡും പാടെ ഓണാക്കട്ടെ. പിന്നെ നമുക്ക് വലിയ ലോങ് ട്രിപ്പ് എടുത്ത് ഓടാൻ പറ്റില്ല. 11:50 11:45 ആകുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വെണ്ണല ഭാഗത്തു നിന്നാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ വലിയ ഇൻ്റർസിറ്റിയും കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർസിറ്റി റെൻ്റലൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നാളെ അത് ഓണാക്കാൻ മറക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നാളെ അത് മറക്കാണ്ട് ഓണാക്കണം. കേരള സവാരി വേണ്ട, ഓണാക്കണ്ട. അത് ഓണാക്കിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ട്രിപ്പ് അതാ ഊബറിൽ 3 കിലോമീറ്റർ പിക്കപ്പും 11,204 റുപ്യ. ആരോ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, അതിന് അടുത്തിട്ടില്ല കേട്ടോ. 3.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട്. അയ്യോ, ഞാൻ അറിയാണ്ട് വണ്ടി ഇങ്ങോട്ട് റേറ്റൊക്കെ ഓടിച്ചു. ഞാൻ കങ്ങരപ്പടി പോകണമെന്നാണ് കരുതിയത് ഇവിടുന്ന് CNG അടിച്ചിട്ട്. ഇനിയിപ്പോൾ ഏതായാലും ബോംബെ കഫേൻ്റെ അവിടെ പോവാം. അപ്പോൾ നമുക്കിതാ ഊബറിലൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഒരു ദിവ്യൻ്റെ ട്രിപ്പാട്ടോ. നമ്മളെ ബാക്കൊക്കെ തിരിക്കണം. ഞാൻ ജസ്റ്റ് സീപോർട്ട് എയർപോർട്ടോടേക്ക് ലെഫ്റ്റാണ് തിരിഞ്ഞേക്കാം ട്രിപ്പ് അടിച്ചത്. നമ്മളെ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മളെ പൈപ്പിന റോട്ടിൽ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. ഇതിന് മുമ്പ് 2-3 ട്രിപ്പുകൾ വന്നു മാച്ചായിട്ട്. അതൊക്കെ പിക്കപ്പ് കൂടുതലുണ്ടായിരുന്നു, അതിന് അടുത്തില്ല. ഇതിപ്പോൾ പിക്കപ്പ് കുറവേന്, 900 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പായിട്ട് തന്നെ വന്നത്. അങ്ങനെ നമ്മൾ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടോ. ഒരു 150 മീറ്ററും കൂടി ഉള്ളൂ. നമ്മളെ വാഴക്കാലൊക്കെ കേട്ടോ ഡ്രോപ്പ് ഉള്ളത്. അങ്ങനെ നമ്മളിതാ ഇവിടെ ക്രൗൺ പ്ലാസൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്രൗൺ പ്ലാസ മറ്റേ ട്രിപ്പിന് ശേഷം ഒരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടൽ 316 ആയിട്ടോ. കഴിഞ്ഞ ട്രിപ്പിന് 147 രൂപയും ഇതിന് 170 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ 1.25 മണിക്കൂറും കൂടി ഉള്ളൂ. 10 മണി ആയിക്കോണം. 11:45 നമ്മളെ പേഴ്സണൽ ട്രിപ്പ് ഉള്ളത്. അപ്പോൾ ഇനി 1-2 ട്രിപ്പും കൂടിയും അടുപ്പിച്ച് എടുക്കാനുള്ളൊരു സമയമുണ്ട്. ഊബറിലുണ്ട് നല്ല അടിപൊളി ട്രിപ്പ് അടിക്കണേ. 5 കിലോമീറ്റർ പിക്കപ്പും 350 രൂപ എന്തോ, 20 കിലോമീറ്റർ ഡ്രോപ്പ്. ലോങ് ടൈമാണ് കാണിക്കണേ. എത്ര പോകണം? 350 റുപ്യ. എന്താ അല്ലേ കിണ്ണൻ ട്രിപ്പ്. അതൊക്കെ എടുത്താൽ രക്ഷപ്പെടാം. നമുക്ക് അങ്ങനത്തെ വലിയ ട്രിപ്പുകൾ എടുത്തിട്ട് രക്ഷപ്പെടാൻ വലിയ ആഗ്രഹമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ട്രിപ്പുകളൊന്നും എടുക്കില്ല. 200 രൂപക്ക് താഴെ അത് മതി നമുക്ക്. 200 അല്ല, ഒരു 15 കിലോമീറ്റർ മാക്സിമം, അതിൻ്റെ താഴേക്ക് ഒരു ചായ കുടിക്കട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫോറം മാളിൻ്റെ സർവീസ് റോഡ് കൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കണേ. പണ്ടൊക്കെ ഞാൻ ആദ്യം ഇവിടെ അതിന് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന വണ്ടി. ഇവിടെ ഒരു മൈജോ മോട്ടോഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ ചായക്കട ഉണ്ടോന്നു. അവിടുന്ന് ചായ എന്തെങ്കിലുമൊക്കെ ചെറിയ കടിയൊക്കെ കേട്ടോ. 10 മണിയായിട്ട് സമയം. അതാണ് നമ്മളെ മൈജോ മോട്ടോഴ്സ്. ഇവിടെ സർവീസൊക്കെ അടിപൊളിയാണ്. പക്ഷേ എങ്കിലും ഇവിടേക്ക് പിക്കപ്പും ഡ്രോപ്പൊക്കെ ലോങ് ആണ്. സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ദൂരം. ഇതോട്ട് ഞാൻ പറഞ്ഞ ചായക്കട ഈ T24 എഴുതിയുണ്ട്. പക്ഷെ ഇവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല. ഇവിടെ വണ്ടി ഇടാൻ പറ്റൂല. ഇതെന്തോ ഷോറൂം എന്തോ ഉണ്ടോ. അപ്പോൾ എവിടെ വണ്ടി ഇടും? വണ്ടി ഇടാൻ സ്ഥലമില്ല. നമുക്ക് ഇവിടെ വണ്ടി ഇടാനൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്യാം കേട്ടോ. ചായയുടെ പരിപാടി നടക്കും. നമ്മളെ വീലെന്തായാലും അലൈൻമെൻറ്റ് റൊട്ടേഷനും ചെയ്യാണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കുറച്ചാണ് നടക്കാണ്ട് കേട്ടോ. ഒരു 200 മീറ്ററോളാണ് നടക്കാണ്ട്. കുഴപ്പമില്ല. എന്തായാലും ഒരു 10-15 മിനിറ്റോളം ആവും സമയം. അവിടെ റേറ്റ് കുറച്ച് കൂടുതലാണ്. 600 റുപ്യാണ്. നമ്മളെ ചക്കരപ്പറമ്പ് ആകുമ്പോൾ 500 റുപ്യ ഉള്ളൂ. ഞാൻ ചോദിച്ചു ടാക്സിക്ക് കുറവില്ല ചോദിച്ചു. ടാക്സിക്ക് കുറവുണ്ട്, അതാണ് 600. അല്ലാന്നുണ്ടെങ്കിൽ 1000 റുപ്യൊക്കെ ആവുമെന്ന് പറഞ്ഞ്. എന്തായാലും ഇവിടെ ഒരു 100 റുപ്യ കൂടുതലാണ്. ഇവിടെ കുറച്ച് പ്രീമിയം വർക്കാൻ തോന്നുന്നുണ്ട്. നമ്മളറിയുന്ന ആൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവിടെ കൊടുത്ത്. അങ്ങനെ ചായടി പരിപാടിയും അലൈൻമെൻറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇവിടെ ഞാൻ ഒരു തവണ കയറ്റിയിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ അന്ന് സ്ക്രൂ അയച്ചപ്പോൾ നമ്മളെ ഞെട്ടിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അയച്ചാൽ പിന്നെ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് അന്ന് റിട്ടേൺ പോകുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും മനസ്സിലായി ഇവിടെ 100 റുപ്യ കൂടുതലാണ്. നമ്മൾ ചക്കരപ്പറമ്പൊക്കെ കുറവാണ്. പിന്നെ അതേപോലെ നമ്മൾ റിനേ മെഡിസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് അലൈൻമെൻറ്റിൻ്റെ കട. അവിടെ 500 റുപ്യ ഉള്ളൂ. മറ്റേ അലൈൻമെൻറ്റും റൊട്ടേഷനും പാടെ ബാലൻസിങ്ങും ഒക്കെ പാടെ കൂടിയിട്ട്. ഇവിടെ ഒരു 100 റുപ്യ കൂടുതൽ. ഇവിടെ കുറച്ച് പ്രീമിയം വണ്ടികളൊക്കെ വരുന്ന സ്ഥലം തോന്നുന്നുണ്ട്. നമ്മളെ പരിചയത്തിലുള്ള ആൾ നാളെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനേ ഇപ്പം നമ്മൾ ഗസ്റ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെനിക്ക് സമയമൊന്നും മാറിയതാണ്. 11:45 10:45 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 10:47 ആയിക്കണം. അപ്പോൾ ഞാൻ ആളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അലൈൻമെൻറ്റ് ചെയ്യാണ്, കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ആളെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നമ്മളെ വെണ്ണല ഭാഗത്തു നിന്നാണ് കേട്ടോ പിക്കപ്പ് ഉള്ളത്. അങ്ങനെ സമയം ഒരു 12:35 ആയപ്പോൾ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. പേഴ്സണൽ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് ആൾക്ക് 2 സ്ഥലത്തേ പോകാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ഷോപ്പിലുണ്ടായിരുന്നത്.
ദൂരം കുറവായിരുന്നു, ഒരു മാക്സിമം ഒരു 15 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിറ്റിംഗ് ഇത്രയും ടൈം മാത്രമേ ഉള്ളൂ ആ ട്രിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. കുഴപ്പമില്ല, 600 റുപ്യ കിട്ടിയേക്കണേ. നമ്മളറിയുന്ന ആൾ തന്നെയാണ്, ആൾ തന്നതാട്ടോ 600 റുപ്യ. അപ്പോൾ ഞാൻ ഇനി ഊബർ ഓടുന്നില്ല, ഞാനിപ്പോൾ നമ്മളെ മൊബൈൽ ഷോപ്പിലേക്ക് പോകാട്ടോ, നമ്മളെ ഫാന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇനി ഓടണില്ല, ഇനിയിപ്പോൾ നാളെ ഓടുന്ന സമയത്ത് ലീവ് എടുക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ അതിപ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചു. 12:36 കേട്ടോ സമയം. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.